പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം, ഹൃദയ സങ്കീർത്തനങ്ങൾ ശ്രുതി പകർന്ന കാലം. അറിയാതെ നിന്നെ അറിയുമ്പോൾ, അനുരാഗമെന്നു മൊഴിയുമ്പോൾ, അകലങ്ങൾ പോലും അരികെ. പ്രണയം ഒരു വികാരമാണ്. പ്രണയം മാന്ത്രികമാണ്. പ്രണയം ഒരു അനുഭവമാണ്. ഫെബ്രുവരി 14 ലോകമെമ്പാടും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഞാനും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹിതർക്കും നേരുന്നു. ഒരിക്കൽ പ്രാണൻ ആത്മാവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇല്ലെങ്കിൽ ഞാനില്ല, നീ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനും ഉള്ളൂ എന്ന്. ഇങ്ങനെ ആയിരിക്കണം പ്രണയം എന്നൊരു വാക്ക് രൂപം കൊള്ളേണ്ടത്. പ്രാണൻ പ്ലസ് ആത്മാവ് ഇസ് ഈക്വൽ ടു പ്രണയം. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ കോൺസെപ്റ്റ് മാത്രമാണ്. പ്രണയം എന്നുള്ളത് സത്യമാണ്. ഈ ലോകത്ത് പ്രണയിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അത്രയ്ക്ക് പവറാണ് പ്രണയത്തിന് ഉള്ളത്. പ്രണയം, സ്നേഹം അത് വെറും ലവേഴ്സിന്റെ ഇടയിലോ കപ്പിൾസിന്റെ ഇടയിലോ മാത്രമുള്ളതല്ല. ഇത് കൂട്ടുകാർക്കിടയിലും മക്കൾ മാതാപിതാക്കൾക്കിടയിലും കൂടെ ഉള്ളതാണ്. സ്നേഹം അറിഞ്ഞു കൊടുക്കാനുള്ളതാണ്, നേരെ മറിച്ച് ഒരിക്കലും പിടിച്ചു മേടിക്കാനുള്ളതല്ല. പ്രണയം പവിത്രമാണ്. നമ്മുടെ സിരയിലൂടെ പ്രണയത്തിന്റെ നീർച്ചാലുകൾ ഒഴുകുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും കിട്ടുന്നത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഒരു അനുഭൂതിയാണ്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും പ്രണയിക്കണം, ശരിയായ അർത്ഥത്തിൽ, വളരെ അമൂല്യമായ രീതിയിൽ. നമ്മുടെ പ്രണയത്തിന്റെ ശക്തി മറ്റൊരാളെ ഉണർത്താൻ കഴിവുള്ളതാവണം, നേരെ മറിച്ച് ഒരിക്കലും തളർത്താൻ ഉള്ളതാവരുത്. പ്രണയം ശക്തീകരിക്കുന്നത് ഹൃദയങ്ങൾ തമ്മിൽ ചേരുമ്പോഴാണ്, മനസ്സുകൾ തമ്മിൽ ഒരുമിക്കുമ്പോഴാണ്. ഈ ലോകത്ത് സ്നേഹം കിട്ടാതെ പോയവർക്കും, സ്നേഹം മനസ്സിലാക്കാതെ പോയവർക്കും, സ്നേഹത്തിന്റെ പേരിൽ പറ്റിക്കപ്പെട്ടവർക്കും ചതിക്കപ്പെട്ടവർക്കും വേണ്ടി ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വാക്കുകളിലൂടെ എൻ്റെ സ്നേഹം സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ലവ് യു ആൾ. വാലന്റൈൻസ് ഡേ ഇസ് നോട്ട് ഓൺലി ഫോർ ലവേഴ്സ് ബട്ട് ഓൾസോ ഫോർ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ. ബിക്കോസ് നമ്മൾ നമ്മളെ തന്നെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. സ്വയം പ്രണയിക്കുക, പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുക. ലവ് യുവർ സെൽഫ് ആൻഡ് ഷൗട്ട് ഔട്ട് ടു യുവർ സെൽഫ് saying Happy Valentine's Day.